പ്രമുഖ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന് കഴിഞ്ഞ കുറച്ചു നാളുകളായി തിരിച്ചടികളുടേതായിരുന്നു. വിൽപ്പനയും വരുമാനവും കുത്തനെ ഇടിയുകയും ഓഹരി വില താഴേക്ക് പോവുകയും ചെയ്തത് നിക്ഷേപകരെയും കമ്പനിയെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. ഉപയോക്താക്കളുടെ പരാതി വലിയ തോതിൽ കൂടിയത് വിൽപ്പനയെ ബാധിച്ചു. എന്നാൽ ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് കമ്പനി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഓഹരി വിലയിൽ 72% കുതിപ്പാണ് ഓല രേഖപ്പെടുത്തിയത്. 21.21 രൂപ വരെ താഴ്ന്ന ഓഹരി വില പിന്നീട് കുതിച്ചുയർന്നു. ഓഹരി വിപണി പൊതുവിൽ താഴ്ന്നു നിൽക്കുമ്പോൾ ഓല ഓഹരികളിൽ പെട്ടെന്നൊരു കുതിപ്പിന് എന്താണാവോ കാരണം? വിപണി വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഒന്നിലേറെ കാരണങ്ങൾ ഓലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. യുദ്ധം മൂലം ഇന്ധന ലഭ്യതയിൽ ഇടിവുണ്ടായതും അധികം വൈകാതെ പെട്രോൾ ഡീസൽ വില കൂടുമെന്ന വിലയിരുത്തലുകളും വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയെ സ്വാധീനിച്ചു. കൂടുതൽ പേർ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു. ഓല പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നത് ഘടകഭാഗങ്ങൾക്ക് വിദേശ കമ്പനികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള പ്രഖ്യാപനങ്ങളും കമ്പനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. മാർച്ചിൽ വിൽപ്പന ഉയരുന്നതും നിക്ഷേപകരെ ആകർഷിച്ചിട്ടുണ്ട്. ഡിസംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷം ഓലയുടെ വിൽപ്പന കുത്തനെ ഇടിച്ചിരുന്നു. വിറ്റുവരവ് കേവലം 470 കോടി രൂപയിലേക്ക് താഴ്ന്നു. നഷ്ടം വിൽപ്പനയേക്കാൾ കൂടുകയും ചെയ്തു, 487 കോടി രൂപ. തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിച്ചതാണ് ഇപ്പോൾ നിക്ഷേപകരെയും ആകർഷിക്കുന്നത്.